ശ്വാസമടക്കി പിടിച്ചിരുന്ന സോച്ചിയിൽ ഡേവിഡ് ഡിഹയുടെ നെഞ്ചിലേക്ക് ഊർന്നിറങ്ങിയ റൊണാൾഡോയുടെ ഫ്രീ കിക്ക്. കസാൻ അറീനയിൽ ലയണൽ മെസ്സിയുടെ ലോകകപ്പ് മോഹങ്ങൾ തല്ലിക്കെടുത്തിയ ബെഞ്ചമിൻ പവാഡിന്റെ വെടിച്ചില് ലോങ് റേഞ്ചർ. ലോകവേദിയിൽ കിലിയൻ എംബാപ്പെ എന്ന യുവ തുർക്കിയുടെ അരങ്ങേറ്റം. ക്രൊയേഷ്യൻ കുപ്പായത്തിൽ പീക്ക് മോഡിലേക്ക് കയറിയ ലൂക്ക മോഡ്രിച്ച്. 2018 റഷ്യൻ ലോകകപ്പ് എന്നത് ഇത്തരത്തിലുള്ള ഒട്ടേറെ മൊമെന്റുകളുടെ ഒരു വേദിയായിരുന്നു. ആ ഓർമ്മകളിലൂടെ ഒന്ന് പോയി വരാം. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കിരീടം പിടിച്ചെടുക്കാൻ അർജന്റീന റഷ്യയിലേക്ക് പോയത് പുത്തനൊരു ടീമുമായാണ്. 2014 ഫൈനൽ സ്ക്വാഡിലെ ആകെ 10 പേരെയാണ് നിലനിർത്തിയത്. മറുപുറത്ത് ബ്രസീലും പോർച്ചുഗലും അതെ. 2014 പൊടിഞ്ഞ ചോരയ്ക്കും കണ്ണീരിനുമുള്ള മറുപടി അവരും കയ്യിൽ കരുതിയിരുന്നു. മെസ്സിയും റൊണാൾഡോയും അവരവരുടെ ക്ലബ്ബുകളിൽ പടനയിച്ച കാലത്ത് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റുകൾ ഉടലെടുത്തു. ഇരുവർക്കും കിരീടം നേടാൻ ആരാധകർ തുല്യ സാധ്യത കൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ പരിക്കേറ്റ് കണ്ണീരോടെ കളംവിട്ട നെയ്മറിന്റെ കാലുകൾ ഇക്കുറി മിന്നലാട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ബ്രസീൽ ആരാധകർ നനച്ചു. പക്ഷേ കിരീടം നേടുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന സൂചന മൂവർക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കിട്ടി. ബ്രസീലിനെ സ്വിറ്റ്സർലാൻഡ് സമനിലയിൽ തളച്ചു. അർജന്റീനയെ ക്രൊയേഷ്യ തരിപ്പണമാക്കി. പോർച്ചുഗലിലാണ് നേരിടേണ്ടി വന്നത് ഫെർണാണ്ടോ ഹിയറയുടെ സ്പെയിനിനെ. റൊണാൾഡോയിലൂടെ പറങ്കിപ്പട മത്സരത്തിൽ 2 തവണ ലീഡെടുത്തെങ്കിലും ഡിയാഗോ കോസ്റ്റയും നാച്ചോയും ചേർന്ന് രണ്ടാം പകുതിയിൽ സ്പെയിനെ മുന്നിലെത്തിച്ചു. റാമോസും പിക്കയും കോട്ട കെട്ടി കാത്ത മതിലിനെ ഇനിയൊരു പന്തും ഭേദിക്കില്ലെന്ന വിശ്വാസത്തിൽ സ്പെയിൻ 3 പോയിന്റ് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ആ സംഭവം നടന്നത്. 88-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറിയ റൊണാൾഡോയെ പിക്കയെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. പോർച്ചുഗൽ അനുകൂലമായി ഒരു ഫ്രീ കിക്ക് വീണ് കിട്ടുന്നു. സോച്ചിയിലെ ഫിസ്റ്റ് സ്റ്റേഡിയത്തിൽ ഒരു വലിയ നിശബ്ദത തളം കെട്ടി നിന്നു. പന്ത് മാർക്കിൽ വെച്ച് ക്രിസ്ത്യാനോ ഒരൽപ്പം പിന്നോട്ടേക്ക് നടന്നു. ഇരുകാലിലെയും ഷോട്ട്സ് തെറുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഗോൾ പോസ്റ്റിൽ നിന്ന് കണ്ണെടുക്കാതെ താരം ശ്വാസം നന്നായി ഒന്ന് വലിച്ചു വിട്ടു. പിന്നെ പതിയെ അടിവെച്ച് പന്തിലേക്ക് നിരനിരയായി നിന്ന സ്പെയിൻ പ്രതിരോധ മതിലിനെയും ഏതു പന്തും പറന്നു പിടിക്കുന്ന ഡേവിഡ് ഡിഹയും കാഴ്ചക്കാരനാക്കി റൊണോയുടെ വലങ്കാലൻ ഫ്രീ കിക്ക് സ്പാനിഷ് ഗോൾ വലകുലുക്കി. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഗാലറിയിലെ ആയിരക്കണക്കിന് പോർച്ചുഗീസ് ആരാധകർ ആവേശക്കടലായി മാറി. സ്പാനിഷ് താരങ്ങളിലും ഡഗോട്ടിലുമെല്ലാം നിരാശയുടെയും നിസ്സഹായതയുടെയും മുഖഭാവം മാത്രം. ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗ്രൂപ്പ് ഘട്ട മത്സരമായിരുന്നു അതെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ എഡിഷനിൽ ജേതാക്കളായവർ ഇക്കുറി ഗ്രൂപ്പ് കടക്കില്ല. 2006 മുതൽ ലോകകപ്പിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. 2018 അത് തെറ്റിയില്ല. ബ്രസീലിൽ ലോക കിരീടം ചൂടിയ ജർമ്മനിക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നാണം കെട്ടമടക്കം. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയോട് എതിരില്ലാത്ത 1 ഗോളിന് തോറ്റു. രണ്ടാം അംഗം സ്വീഡനോടായിരുന്നു. സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ മത്സരത്തെ ഐക്കോണിക് ഫ്രീ കിക്ക് ഗോളിലൂടെ ടോണി ക്രൂസ് ജർമ്മനിക്ക് അനുകൂലമാക്കി. പക്ഷേ നിർണായകമായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ സകലം തകിടം മറിഞ്ഞു. കൊറിയ 2 ഗോളിൽ ജർമ്മനി അട്ടിമറിച്ചു. ഗോൾ പോസ്റ്റ് വിട്ട് ഏറെ ദൂരം പുറത്തിറങ്ങി ഗോൾ വഴങ്ങിയ മാനുവൽ ന്യൂയറിന്റെ ചിത്രം ആ ലോകകപ്പിന്റെ ബാക്കിപത്രമായിരുന്നു. 3 പോയിന്റ് മാത്രമുള്ള ജർമ്മനി ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 1958 ശേഷമുള്ള അവരുടെ ഏറ്റവും മോശം ഫിനിഷ്. പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് എതിരാളിയായി വന്നത് ഫ്രാൻസ് ആണ്. അടിയും തിരിച്ചടിയുമായി ഗോൾ മഴ പെയ്ത മത്സരത്തിൽ കിലിയൻ എംബാപ്പെ എന്ന കൗമാരതാരം ഹീറോ ആയി മാറി. ഇരട്ട ഗോളോടെ അവൻ ഫ്രഞ്ച് പടയെ മുന്നോട്ട് നയിച്ചു. മെസ്സിയെ പോലെ തന്നെ അവസാന 16-ൽ മടങ്ങാനായിരുന്നു റൊണാൾഡോയുടെ വിധി. ഇരട്ട ഗോളുമായി എഡിസൺ കവാനി തിളങ്ങിയ മത്സരത്തിൽ പറങ്കിപ്പടയുടെ അടിവേരിളകി. സ്പെയിനിനെ പെനാൽറ്റിയിൽ ആതിഥേയർ കീഴടക്കിയപ്പോൾ മറുപുറത്ത് ബ്രസീൽ മെക്സിക്കോയെ വീഴ്ത്തി തങ്ങളുടെ സ്വപ്ന പ്രയാണം തുടർന്നു. പക്ഷേ ആ കുതിപ്പിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ക്വാർട്ടറിൽ മുന്നിലെത്തിയത് ബെൽജിയത്തിന്റെ സുവർണ്ണ തലമുറ. ഒറ്റയാനെ പോലെ ആർക്ക് മുന്നിലും തല കുമ്പിടാതെ തിബോ കൂട്ടുക ഗോൾ വലയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചതോടെ നെയ്മറും സംഘവും കണ്ണീരോടെ തിരികെ പോന്നു. മത്സരത്തിലാകെ 25 ഷോട്ടുകൾ പായിച്ച ബ്രസീലിന് ഒരൊറ്റ എണ്ണം മാത്രമാണ് വലയിലെത്തിക്കാനായത്. കളി അവസാന 4-ൽ എത്തിയപ്പോഴേ അതൊരു യൂറോപ്യൻ ഫൈനലായിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. ബെൽജിയം, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടീമുകൾക്ക് പുറമെ ഇത്തിരി കുഞ്ഞൻ ക്രൊയേഷ്യയും സെമി ഫൈനലിലെത്തി. ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയെ നിലംപരിശാക്കി സൂചന നൽകിയ അവർ നോക്കൌട്ടിൽ താരതമ്യേന ദുർബലരായ ഡെൻമാർക്ക്, റഷ്യ എന്നിവരെയാണ് നേരിട്ടത്. ലൂക്ക മോഡ്രിച്ച്, ഇവാൻ റാക്കിറ്റിച്ച്, മരിയോ മാൻസുകിച്ച്, പെരിസിച്ച് എന്നിങ്ങനെ യൂറോപ്യൻ ക്ലബ്ബുകളുടെ പോരിശയുമായി ഒരുപാട് പേർ അന്ന് ക്രോട്ട് നിരയിൽ ഉണ്ടായിരുന്നെങ്കിലും നായകൻ മോഡ്രിച്ച് തന്നെയായിരുന്നു അവരുടെ ജീവനടി. മിഡ്ഫീൽഡിൽ അയാൾ രചിച്ച കവിതയുടെ താളമായിരുന്നു അവരുടെ ഈ കുതിപ്പിന്റെ കാരണം. ഫ്രാൻസ് ബെൽജിയം സെമി ഫൈനലിൽ സാമുൽ ഉംറ്റിറ്റിയുടെ ഹെഡർ ഗോളിൽ നിർണായകമായി. മറുപുറത്ത് ആദ്യം ലീഡെടുത്ത ഇംഗ്ലണ്ടിനെതിരെ ക്രൊയേഷ്യ ഒരു കംബാക്ക് വിജയം സ്വന്തമാക്കി. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ഫുൾ ടൈം വിസിലിന് പിന്നാലെ മോസ്കോയിലെ ലുസ്നിക്കി സ്റ്റേഡിയം ക്രൊയേഷ്യക്കാരുടെ ആനന്ദ കണ്ണീർ കൊണ്ട് നനഞ്ഞു. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ ഫൈനൽ പ്രവേശത്തെ അവർ ആഘോഷമാക്കി. അണ്ടർഡോഗുകളുടെ ഈ കുതിപ്പ് പത്രമാധ്യമങ്ങളിലും തലക്കെട്ടുകളായി. എങ്ങും ചർച്ചാ വിഷയം ക്രൊയേഷ്യയും അവരുടെ പോരാട്ടവും മാത്രമായിരുന്നു. ഒടുക്കം ആ നാൾ വന്നെത്തി. ഫ്രാൻസ് ക്രൊയേഷ്യ കലാശപ്പോരിന് കളമൊരുങ്ങി. ലുസ്നിക്കിയിൽ ക്രൊയേഷ്യ മറ്റൊരു അത്ഭുതം കൂടി നടത്തുമോ എന്ന് കാണാൻ ഗാലറി നിറഞ്ഞു കവിഞ്ഞു. മാൻസുകിച്ചിന്റെ സെൽഫ് ഗോളിൽ പിറകിപ്പോയ ക്രൊയേഷ്യ 10 മിനിറ്റിനകം തിരിച്ചടിച്ചു. പക്ഷേ ചാട്ടുളി പോലെ പായുന്ന എംബാപ്പയും ഡിഫൻസിനിടയിലൂടെ ഒഴുകി നടക്കുന്ന ഗ്രീസ്മാനും എല്ലാം ചേർന്ന് ക്രൊയേഷ്യൻ മോഹങ്ങൾ ചുട്ട് ചാമ്പലാക്കി. ആദ്യം ഗ്രീസ്മാന്റെ വക ഒരു പെനാൽറ്റി ഗോൾ, പിന്നെ പോഗ്ബയുടെ വക ഒരു ഇടങ്കാലൻ ഔട്ട്സൈഡ് ദ ബോക്സ് ഗോൾ. ഒടുക്കം എംബാപ്പയുടെ ലോങ് റേഞ്ചർ കൂടി വല തുളച്ചതോടെ ക്രൊയേഷ്യൻ പതനം പൂർണ്ണമായി. ലോറിസിന്റെ പിഴവ് മുതലെടുത്ത് മാൻസുകിച്ച് പ്രായശ്ചിത്തം നടത്തിയെങ്കിലും സമയം അപ്പോൾ ഏറെ വൈകിയിരുന്നു. കിണിഞ്ഞിറങ്ങിയ മഴയുടെ അകമ്പടിയിൽ ഹ്യൂഗോ ലോറിസ് വിശ്വകിരീടം വാനിൽ ഉയർത്തി.
യൂറോ ഫൈനലിലെ തോൽവിഭാരം ദശാംശം സംഘവും ആ മഴയിൽ തന്നെ കടുക്കിക്കളഞ്ഞു. മൈതാനമാകെ ഓടി നടന്ന കാൻഡെയും മിഡ്ഫീൽഡിൽ മായാജാലം തീർത്ത പോഗ്ബയും യങ് സെൻസേഷൻ കിലിയൻ എംബാപ്പയുമെല്ലാം ലോകം ജയിച്ചവരായി. നാണയത്തിന്റെ മറുവശം എന്ന പോലെ ഗോൾഡൻ ബോൾ ഏറ്റുവാങ്ങിയ ലൂക്ക മോഡ്രിച്ച് തോൽവിഭാരത്താൽ വിളറി ചുവന്നു നിന്നു. വമ്പന്മാർക്ക് കാലിടറിയ ഇത്തിരി കുഞ്ഞന്മാർ ഫൈനൽ വരെ കുതിച്ച സീറ്റഡ്ജ് ത്രില്ലറുകൾ സമ്മാനിച്ച ബാങ്കർ ഗോളുകൾ നിരവധി കണ്ട ഒരു ലോകകപ്പ്. വർഷം 8 കഴിഞ്ഞിട്ടും 2018 റഷ്യ ലോകകപ്പിനെ ഇന്നും ഓർമ്മകളിൽ നിലനിർത്തുന്നത് ഈ കാരണങ്ങളാണ്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ് ഏതായിരുന്നു?